ജപ്പാനിലിപ്പോൾ വെക്കേഷൻ സമയമല്ലേ, അപ്പോൾ റൂമിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് മുടി വെട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു 10-15 മിനിറ്റ് സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മുടി വെട്ടേണ്ട ബാർബർ ഷോപ്പിലെത്തും. ജപ്പാനിലെ ബാർബർ ഷോപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ബാർബർ ഷോപ്പ് എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവും. നല്ല മഴ പിടിച്ചിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ മെല്ലെ നമ്മൾ പോയി, ഒരു മാളിനകത്താണ് ഈ ഒരു ബാർബർ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കോമ്പൗണ്ടിൽ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ സൈക്കിൾ പുറത്ത് ലോക്ക് ചെയ്തിട്ട് നമ്മൾ മാളിനകത്തേക്ക് കയറി. ഈ ഒരു ഷോപ്പാണ് നമ്മുടെ മുടി വെട്ടുന്ന ബാർബർ ഷോപ്പ്. അവിടെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 1300 yen ആണ് നോർമൽ ഹെയർ കട്ടിങ്ങിന്. അകത്തേക്ക് കയറി. ഇവിടെ ഉള്ളത് ഒരു കുറച്ച് വയസ്സായിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു അപ്പൂപ്പനും 2 അമ്മൂമ്മമാരുമാണ് ഇവിടെ മുടി വെട്ടാനുള്ളത്. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൽ നമ്മൾ ക്യാഷ് ഇട്ട് കൊടുക്കണം. ഞാൻ 1000 yen ഒരു നോട്ടും 300 yen ഒരു കോയിനും ഇട്ടിട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ കിട്ടും. ഈ ഒരു ടോക്കൺ നമ്മൾ ഇവിടുത്തെ മുടി വെട്ടുന്ന ആൾക്കാർക്ക് കൊടുക്കണം. നമ്മുടെ പേരും നമ്മുടെ ഒപ്പൊക്കെ അതിൽ കൊടുക്കാനുണ്ട്. ഇതാണ് ഏരിയ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, പക്ഷേ ചെറിയൊരു സെറ്റപ്പ്. അങ്ങനെ ഞാൻ അധികമൊന്നും വെട്ടിയിട്ടില്ല, ചെറുതായിട്ട് അവർക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടാണ് വെട്ടിയത്, കാരണം കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ മുടി വെട്ടിയിട്ട് നമ്മുടെ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും പുറത്ത് നല്ല മഴയാണ്. അങ്ങനെ 1 മണിക്കൂർ ഇവിടെ പോസ്റ്റായിട്ടാണ് ഞാൻ റൂമിലേക്ക് പോയത്. അപ്പോൾ ഓക്കെ, ബൈ.